നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈശോയെ അനുകരിക്കുന്നവരാണ്. ഫോളോ മീ, ഈശോ പറഞ്ഞു ഫോളോ മീ, നിങ്ങൾ എന്നെ അനുകരിക്കും. നമ്മൾ എത്ര വയസ്സുള്ള ഈശോയെയാണ് അനുകരിക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കേണ്ടത്? ഒന്ന് കൈവീശി കാണിച്ച്. പ്രൈസ് ദ ലോർഡ്. എത്ര വയസ്സുള്ള ഈശോയെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് അല്ലെങ്കിൽ അനുകരിക്കുന്നത്? പറയും. എന്തൊന്നും പറയാത്ത എത്ര വയസ്സുള്ള നല്ല യുവാവായ 10-20 വയസ്സുള്ള മിടുക്കൻ, 30 വയസ്സുള്ള വചനപ്രഘോഷം നടത്തി സൗഖ്യങ്ങളൊക്കെ നടത്തിയ ഈശോനെ ആയിരിക്കാം. എന്താ പറയാം? ആരും പറയണില്ല. ഉത്തിതനായി ഈശോ, എൻ്റെ കർത്താവേ. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കാണ്ട് എങ്ങനെയാണ് ഈ സൂപ്പർ ഗ്രാജുവേഷനിലേക്ക് പോണേ? അനാദി മുതലുള്ള ഈശോനെ അല്ലേ? അതാണ് നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സുവിശേഷത്തെക്കുറിച്ചാണ്. സുവിശേഷത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്ത. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞേ. ഈ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വചനം എന്താ പറയുന്നത്? ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ്. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കണ്ടോ? ശിശു വളർന്ന് എന്ത് ശക്തിയാണ് ആ ശിശുവിലുണ്ടായിരുന്നത്? ജ്ഞാനം. എന്തു ചെയ്യാം? നമ്മുടെ മാതാപിതാക്കൾ നമ്മളങ്ങനെ ഒന്നും വളർത്തിയിട്ടില്ല ഇല്ലേ? ഒന്നുള്ളതിനെ ഒലക്കയും കൊണ്ട് അടിച്ചിട്ടൊക്കെയാണ് വളർത്തിയേക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ജ്ഞാനം? ഇതാണ് അടിസ്ഥാനപരമായൊരു മാറ്റം. വേണമോ വേണ്ടയോ? എന്താണ് ഇന്നത്തെ നമ്മുടെ ശിശു വളർത്തൽ പാരൻറ്റിങ്ങിൽ? ഇങ്ങനെയാണോ? ഇന്ന് നമ്മൾ കന്യാസ്ത്രീമാരുടെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കണേ അവിടെ? ജ്ഞാനമാണോ പഠിപ്പിക്കണേ അവിടെ? അവിടെ അരിത്തമാറ്റിക്, മാത്തമാറ്റിക്സ്, ആൾജിബ്ര, ട്രിഗ്നോമെട്രി, ബയോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ഇതിലൊക്കെ നല്ല മാർക്കുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ കേട്ടോ. ഇതല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കണേ? എന്തിനാണ് ഈ കത്തോലിക്ക സ്കൂളൊക്കെ ഉണ്ടാക്കിയത്? ഇതൊക്കെ അടച്ച് പൂട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാൽ ഈ കന്യാസ്ത്രീമാർ ഇവിടെ വന്നിരുന്ന് വല്ല പ്രാർത്ഥിക്കും? അധികം താമസമില്ല, ഇതൊക്കെ അടച്ചു പൂട്ടും. എന്തിനാണ് ഈ സ്കൂളൊക്കെ നടത്തണേ? ഇവരെല്ലാം വലിയ എൻജിനീയറാക്കി. എൻ്റെ കണ്ടില്ലേ? എൻജിനീയറായിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണേ? ഇവരെല്ലാം വചനപ്രഘോഷകരാക്കി പഠിപ്പിക്കാൻ നിങ്ങൾ വല്ലതും ചെയ്യണ്ടോ? ഞാൻ എൻജിനീയറായപ്പോൾ ഇങ്ങനെ ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി എനിക്ക് വിളിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില കന്യാസ്ത്രീമാരുടെ അടുത്ത് ചെന്നപ്പോൾ നീ വെറുതെ ജോലിയൊക്കെ കളഞ്ഞു, വെറുതെ നീ മര്യാദയ്ക്ക് പോയി വീട്ടുകാരി നോക്കിട്ട, അതൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ചെയ്തോളും എന്ന് പറഞ്ഞാണ് എന്നെ കന്യാസ്ത്രീമാർ ഉപദേശിച്ചത്. നിങ്ങളുടെ ആംഗളം ആരെങ്കിലും വന്നിട്ട് പറയാണ് എനിക്ക് ദൈവവിളി ഉണ്ട് കേട്ടോ, ഞാൻ വചനം പ്രഘോഷിക്കാൻ പോകാണെന്ന് പറഞ്ഞപ്പോൾ പോടെ ഇറക്കാം അവിടെ നിന്ന്, നീ പോയി ജോലി നോക്കി വീട്ടിൽ നോക്കി നല്ല കാശുണ്ടാക്കാൻ നോക്കി, ഇങ്ങനെയല്ലേ നിങ്ങൾ പറയുള്ളൂ? ഇല്ലേ? എല്ലാം വിട്ടിറങ്ങാൻ പറയുമോ? എത്ര കന്യാസ്ത്രീമാരങ്ങനെ പറയുമോ? ഒന്ന് കൈപൊക്കി പിടിച്ച് കണ്ടോ? ആകെ 10 പേരുള്ളൂ. 10-20 പേരുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ ആഴത്രയെന്ന്? മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ദൈവസ്നേഹവും വിശ്വാസമൊക്കെ. നിങ്ങളെല്ലാവരും പ്രവർത്തിക്കേണ്ടത് വാസ്തവത്തിൽ ലോകരാജ്യത്തിന് വേണ്ടിയാണ്. ആരാണ് ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണേ? നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ സ്കൂളുകളിൽ എല്ലാം ദൈവരാജ്യത്തിൻ്റെ ചില ജ്ഞാനം പഠിപ്പിക്കും. അവരെ എന്ത് പഠിപ്പിക്കും? ദൈവിക ജ്ഞാനം. ഇതൊരു സീക്രട്ട് സർവീസ് മാതിരിയാണ്. 3000-ഓളം ആത്മാക്കളെ നമ്മുടെ സ്കൂളിൽ
10 വർഷം തന്നിരിക്കണോ കർത്താവ് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ 3000 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം എന്താണ്? 3000 ആത്മാക്കളെ നമ്മുടെ കുടക്കീഴിൽ 10 വർഷത്തേക്ക് തന്നിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് അവരെ എത്ര വചനം നമ്മൾ പഠിപ്പിക്കണം, എത്രത്തോളം ഈശോയെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം. അവർ മാർക്കൊക്കെ മേടിച്ച് കാശുകാരായി കഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീമാരോടും മഠത്തിനോടും സഭയോട് വരെ നമസ്തേ എന്ന് പറഞ്ഞ് അവരവരെ പാട്ടിന് പോയി. അതല്ല നമ്മുടെ ലക്ഷ്യം. പഠിപ്പിച്ചോ. ഒരിക്കലൊരു ഡിസ്കഷനിൽ ഒരു സാറ് പറയാണ്, അദ്ദേഹം റിട്ടയർ അധ്യാപകനാണ്. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരി, ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് എന്നെ നമസ്കരിച്ചു. സാറേ നമസ്കാരം. അപ്പോൾ അവരോട് ചോദിച്ചു, നീ ഏത് കോളേജിലാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്? അപ്പോൾ പറഞ്ഞു, സാറേ അങ്ങയുടെ വിദ്യാർത്ഥിനി അല്ലായിരുന്നു ഞാൻ, പക്ഷേ എങ്കിലും ഞാൻ BSc ഫൈനൽ ഇയർ പരീക്ഷ എഴുതുന്ന സമയത്ത് അങ്ങായിരുന്നു ഇൻവിജിലേറ്റർ എന്നല്ലേ പറയണേ, ഇൻവിജിലേറ്റർ. ഓ എനിക്കങ്ങനെ ഓർമ്മയുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു സാർ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അന്ന് ഞാനൊരു തെറ്റ് ചെയ്തു. ഒന്ന് കൈവീശി കാണിച്ച്. കഥ പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്തു. അടുത്തിരിക്കുന്ന കുട്ടിയുടെ കോപ്പി അടിച്ചു. BSc ഫൈനൽ ഇയർ എക്സാമുകാരി. സാർ എന്നെ പിടിച്ചു, കോപ്പി അടിച്ചത് പിടിച്ചു. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. സാർ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തയാണെങ്കിൽ വലിയ കാര്യങ്ങളിലും വിശ്വസ്തയായിരിക്കും. ആ സ്വരം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേൾക്കുന്നു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു തത്വമായിട്ട് മാറി. ഞാൻ ഇന്ന് ഈ നാഷണലൈസ്ഡ് ബാങ്കിലെ സീനിയർ മാനേജരാണ്. എൻ്റെ ഓഫീസിൽ വന്നാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തയാണെങ്കിൽ വലിയ കാര്യങ്ങളിലും നീ വിശ്വസ്തയായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ജ്ഞാനം. പ്രൈസ് ദ ലോർഡ്. ഇത് ക്രിസ്തുദേവൻ്റെ വാക്കുകളാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും വചനവും ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് അല്ല, ട്രിഗ്നോമെട്രി അല്ല, എന്ത് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കൂടി ഈ ദൈവിക ജ്ഞാനം അവരിൽ പ്രസരിക്കണം. ഈ മക്കളെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് അവരുടെ ആത്മാവിലേക്ക് ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ശിശുവിന് എന്ത് സംഭവിച്ചു? എന്ത് ശക്തിയാണ് കിട്ടിയത്? ബോൺവിറ്റ, കോംപ്ലാൻ, മൾട്ടിവിറ്റാമിൻ ആണോ? ബയോളജി സുവോളജിയുടെ ജ്ഞാനമാണോ? ദൈവിക ജ്ഞാനം. അതാണ് ദൈവിക ജ്ഞാനം ശിശുക്കൾക്ക് കൊടുക്കണം. ഇത് മാതാപിതാക്കളാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. പക്ഷേ മാതാപിതാക്കൾക്ക് ഇപ്പോൾ സമയമില്ല. അവരെല്ലാം കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ്. ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ മോള് കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എന്തോ വലിയ എന്തോ സംഭവമാണെന്നുള്ളതാണ്. നമുക്കല്ലേ അറിഞ്ഞോളൂ. അപ്പോൾ പ്രതീക്ഷ, ജനത്തിൻ്റെ പ്രതീക്ഷ ഇതാണ്, കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവർക്ക് ദൈവിക ജ്ഞാനവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും നല്ല സ്വഭാവവും ഇതെല്ലാം ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് കോൺവെൻറ്റ് വിവാഹത്തിൻ്റെ അഡ്വർടൈസ്. ഇന്ന ആൾ ഇന്ന ഇത്ര വിദ്യാഭ്യാസം, കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് എന്ന് ജനം പ്രതീക്ഷിക്കുമ്പോൾ നല്ല പ്രതീക്ഷ തന്നെയാണത്. പക്ഷെ നമ്മളവിടെ എന്താണ് കൊടുക്കേണ്ടത്? എന്തുകൂടെ കൊടുക്കണം?
ദൈവിക ജ്ഞാനവും കൂടെ കൊടുക്കണം. അതാണ് ഈശോയുടെ ജീവിതം. ഈശോയും പഠിച്ചു. കുഞ്ഞുനാൾ മുതലേ പഠനം തന്നെയാണ് ഈശോയുടെയും. ശിശുവായിരുന്നപ്പോഴത്തെ കാര്യമാണ് ഇപ്പോൾ 2:40 കേട്ടത്. 2:46 ഒരു 12 വയസ്സുള്ള ബാലൻ, ഈ 12 വയസ്സുള്ള ബാലൻ ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ, വായിക്കാം 46. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറയാം, കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. കണ്ടോ? കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തി. 12 വയസ്സായ, ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാം കൊച്ചുകുട്ടികൾ ഇന്നും ഭയങ്കരമായിട്ട് വചനമൊക്കെ അറിയാവുന്നവരാണ്. ഇത് നമ്മുടെ ഡേവിഡ് നോക്കി, ഡേവിഡേ ഇനി വന്നേ മോനെ, നാണിക്കാണ്. പിന്നെ അവൻ വന്ന് ഇവിടെ വചനവും ബൈഹാർട്ടൊക്കെ പറയുമോ, സങ്കീർത്തനമൊക്കെ പാടും. ഡേവിഡേ ഒന്ന് പാടാമോ? സങ്കീർത്തനം പാടാമോ? ഓക്കെ. അപ്പോൾ ശിശുവായിരുന്നപ്പോൾ ജ്ഞാനം, 12 വയസ്സായിരുന്നപ്പോൾ അവൻ്റെ ദൈവീകമായ അറിവ്. അവിടെ കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. ഇതാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുള്ള യേശുവിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അത് കഴിഞ്ഞ് യുവാവായി കഴിഞ്ഞപ്പോൾ 52-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും. അപ്പോൾ ജ്ഞാനമാണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അവിടെ. പിന്നെ 30 വയസ്സ് 33 വയസ്സിൻ്റെ എല്ലാം കാലഘട്ടത്തിൽ യേശുവിൻ്റെ പരസ്യ പ്രഘോഷണത്തെക്കുറിച്ച് നമുക്കറിയാം. എല്ലാവർക്കും അത്ഭുതം. ഇത് നമ്മുടെ ആശാരി ഔസേപ്പിൻ്റെ മോനല്ലേ, നമ്മുടെ മേരിയുടെ മോനല്ലേ, ഇവൻ ഇത്രയും ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? സ്നേഹമുള്ളവരെ, എന്നെ സ്പർശിച്ച ഒരു വിഷയം ഇതാണ്. ദൈവം ജ്ഞാനമാണ്. എനിക്ക് ജ്ഞാനസ്നാനമാണ് ലഭിച്ചിരിക്കുന്നത്. ആ ജ്ഞാനസ്നാനമാണ് നമ്മളെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ജ്ഞാനസ്നാന സമയത്ത് ഒരു വലിയ പെട്ടിയിൽ കുറേ സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുറന്നിട്ടില്ല. അത് തുറന്നിട്ടുണ്ടോ? അത് തുറക്കണം. ഈ ധ്യാനത്തിൻ്റെ ഒരു അജണ്ട അതാണ്. ജ്ഞാനസ്നാന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ദൈവിക ജ്ഞാനം കിട്ടി. ദൈവിക ജ്ഞാനത്തിൽ നമ്മളെ മുക്കി. ദൈവിക ജ്ഞാനം നമുക്ക് നിറച്ചു. ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താ? ഈ പ്രകാശം ഈ കാണുന്ന ട്യൂബ് ലൈറ്റ് ആണോ? ഈ പ്രകാശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എന്തായിരുന്നു ഉത്ഭവപാപം? എന്തായിരുന്നു ഉത്ഭവപാപം എന്ന് പറഞ്ഞ്? എന്താണ് ഉത്ഭവപാപം? ആദ്യം പറയാൻ പോണത് അനുസരണക്കേടാണ്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മഠത്തിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് കാണും, അനുസരണം. അനുസരണക്കേട് കാണിച്ചാൽ പറഞ്ഞു വിടും. ഇപ്പോഴും ശ്രദ്ധിച്ചോണം, അനുസരണക്കേട് കാണിച്ചാൽ പറഞ്ഞു വിടും. ഇതിങ്ങനെ പേടിച്ചിട്ട് നമ്മളിവിടെ ജീവിക്കുകയാണ് ഇപ്പോഴും. അനുസരണക്കേട് കാണിച്ചാൽ പറഞ്ഞു വിടും. വാസ്തവത്തിൽ എന്തായിരുന്നു ഒറിജിനൽ സിൻ? ഉത്ഭവപാപം എന്നാൽ എന്താ? അവരെന്താണ് അവിടെ ചെയ്തത്? ശരിയാണ്, അനുസരണക്കേടാണ്. എന്താണ് അവരനുസരിക്കാതിരുന്നത്? അവരോട് പറഞ്ഞു, എന്ത് ഭക്ഷിക്കരുതെന്നാ പറഞ്ഞേ? എന്ത് ഭക്ഷിക്കരുതെന്നാ പറഞ്ഞേ? നന്മ തിന്മകളുടെ ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. കണ്ടോ? നന്മതിന്മകളുടെ ആ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. കേട്ടോ? അപ്പോൾ
നന്മ തിന്മകളുടെ അല്ലെങ്കിൽ അറിവിൻ്റെ വൃക്ഷം. എന്തായിരുന്നു വാസ്തവത്തിൽ ഉത്ഭവപാപം? അജ്ഞതയായിരുന്നു. അജ്ഞത. ഒന്ന് കൈവീശി കാണിച്ചേ. നന്മ തിന്മകളുടെ അറിവ്, നന്മ തിന്മകളുടെ തിരിച്ചറിവ് ദൈവത്തിന് മാത്രമുള്ള ഒരു ഫാക്കൽറ്റിയാണ്. ദൈവത്തിന് മാത്രമേയാണ് അന്നും ഇന്നും നന്മ തിന്മ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എന്നാൽ ദൈവവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് സ്വയം തിരിച്ചറിയേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു? ഇടയൻ ആടിനെ നയിക്കുന്ന പോലെ. ഇടയൻ ആടിന് നന്മ തിന്മകളുടെ ഒരു തിരിച്ചറിവില്ല. പക്ഷേ ഇടയൻ പോവുകയാണ്. ഇതിലെ അതിലെ പോവാം. ഇടയൻ്റെ ശബ്ദം കേട്ടു, ആട് ഉടനെ ആ ഇടയൻ്റെ പുറകെ പോകുന്നു. നന്മ തിന്മ ഇവിടെ ആരാ തിരിച്ചറിയണേ? ഇടയനാണോ ആടാണോ? ആടാണോ ഇടയനാണോ? ഇടയൻ. അപ്പോൾ ആടുകൾ എന്ത് ചെയ്യണം? ഇടയനുമായിട്ട് ഒന്നിച്ചങ്ങ് നീങ്ങണം. അങ്ങനെ തന്നെയായിരുന്നു ആദത്തും ഹവ്വയോടും പറഞ്ഞിരുന്നത്. പക്ഷേ പിശാച് അവരെ വഞ്ചിച്ചു. പിശാച് നുണയനാണെന്ന് പറയണ അതിൻ്റെ അർത്ഥം അതാണ്. അവൻ നുണയുടെ പിതാവാണെന്നെല്ലാം പഠിക്കണം. എന്ത് നുണയാണ് പറഞ്ഞത്? പിശാച് എന്ത് നുണയാണ് അവരോട് പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറയാമോ? നീ ഈ ഫലം ഭക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആകും. അതിനകത്ത് എന്താ നുണ? അതിനകത്ത് നുണ എന്താ? ഈ പഴം ഭക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആകും എന്ന് പറയണതിൽ നുണ എന്താ? ദൈവത്തെ പോലെ ആകും എന്ന് പറയുന്നതിൽ നുണ എന്താ? നുണ ഇതാണ്, അവർ ദൈവത്തെ പോലെ ആയിരുന്നു. ആദവും ഹവ്വയും എങ്ങനെയായിരുന്നു? അവർ ദൈവത്തെ പോലെ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമല്ലേ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ദൈവത്തെ പോലെ ആയിരുന്നു. അവരോട് പറയാണ്, നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആവുന്നു. ഈ ഉത്ഭവഭാവം ഇപ്പോഴും നമ്മളിലില്ലേ? നമ്മളാരെ പോലെയാ? നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിമാരാണ്. നമ്മൾ കർത്താവിനെ പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ആ ഒരു ഫീല് തോന്നണ്ടോ? നമ്മുടെ അകത്തൊരു നുണയാണ്. എന്താണ്? നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നൊന്നിനും കൊള്ളില്ല, നീ ഒരു പാപിയാണ്, നീ ബലഹീനയാണ്, നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ല, ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ഇങ്ങനെ ഒരു നുണയാണ് നമ്മുടെ അകത്ത് കിടക്കണേ. പക്ഷെ നമ്മൾ ആരാ? നമ്മൾ ദൈവത്തെ പോലെ തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ ഉത്ഭവ പാപം തന്നെ ഒരു ഇഗ്നറൻസ് ആണ് പ്രധാനമായിട്ട്. ആ അജ്ഞതയെ അകറ്റാൻ വേണ്ടിയാണ് ക്രിസ്തു ജ്ഞാനമായിട്ട് വന്നത്. ക്രിസ്തു ആരായിട്ട് വന്നു? ജ്ഞാനമായിട്ട്. നമുക്ക് ഉടനെ കുർബാനയ്ക്ക് സമയമായി. എങ്കിൽ ഈ രണ്ട് വചനവും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. ഒരു വചനം ഇതാണ്, 1 കൊരിന്ത്യോസ് 1:30. 1 കൊരിന്ത്യോസ് 1:30. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒന്നൊരു കരം ഉയർത്തി ഉച്ചത്തിൽ ഒന്ന് ഏറ്റു പറഞ്ഞേ. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. എന്തോ ഒരു മനോഹരമാണ്. സമാധാനമായിട്ടും തോന്നില്ലേ? യേശു, ആദ്യത്തെ ഭാഗം എന്താ ഈ വചനത്തിൻ്റെ? യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം ആര് തന്നെയാണ്? യേശു ക്രിസ്തു തന്നെയാണ് ഉറവിടം. ദൈവം അവനെ നമുക്കായി
എന്താക്കിയിരിക്കുന്നു? ജ്ഞാനവും. 4 കാര്യങ്ങൾ. ആദ്യം എന്താണ്? ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും. നല്ല ഉറക്കം വരാനുള്ള എല്ലാ വകുപ്പും ആയിട്ടുണ്ട് ഇല്ലേ? ഇതൊന്നും ഇന്നത്തെ ഒരു ദിവസമുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം ആരാണ്? നമ്മളല്ല, നമ്മുടെ സുപ്പീരിയറുമല്ല, നമ്മുടെ ഫൗണ്ടറുമല്ല. പിന്നെ ആരാ? യേശു ക്രിസ്തുവാണ്. വിശ്വസിക്കുന്നോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്രോതസ് യേശു ക്രിസ്തുവാ. ആ യേശുവിനെ തന്നെ ദൈവം ആരാക്കി? ആദ്യത്തെ ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. കണ്ടോ? അതിനകത്ത് ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനം എന്നൊരു ഭാഗം മാത്രമാണ്. ജ്ഞാനം, നീതി, വിശുദ്ധീകരണം, പരിത്രാണം. ഇത് 4 നമ്മൾ ഇനി അവസാനം വരെ ആകുമ്പോഴേക്കും പഠിക്കും. എന്താണ് ഈ ജ്ഞാനം? പെട്ടെന്ന് അടുത്തൊരു വചനം കൊളോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം. കൊളോസോസ് 2-ാം അധ്യായം 3-ാമത്തെ വചനം പറയണത് എന്താ? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത്. ഈ യേശുക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും, എല്ലാവരും ഒന്ന് കരമുയർത്തി ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞ്, ഈ യേശുക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് എ ഹിഡൻ ഗിഫ്റ്റ്, ഹിഡൻ ട്രഷർ. ഇതേ കൊളോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനം ഒന്ന് വായിക്കാം. 3-ാം അധ്യായം. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. ഒന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞ്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസരണമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഒന്നും കൂടി. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ആരാണ് ഈ പുതിയ മനുഷ്യൻ? കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു ആശയം നമ്മൾ എവിടെ കേട്ടല്ലോ. എവിടെയാണത്? സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്ന കർത്താവേ, പ്രകാശത്തിൻ്റെ സൃഷ്ടാവും തൻ്റെ കരുണയാൽ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നതും അങ്ങാകുന്നു. അതല്ല, അതുകൂടാണ്ട് വേറെ നിത്യമായ പ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായി മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങ് ലോകത്തിൽ ഉദിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു. അപ്പോൾ പിതാവിൻ്റെ തേജസ്സും പിതാവിൻ്റെ പ്രതിരൂപമാണ് യേശു. സമ്പൂർണ്ണ ജ്ഞാനമാണ് ആ യേശു, സമ്പൂർണ്ണ ജ്ഞാനം. ആ യേശുവിൻ്റെ മണവാട്ടിമാരാണ് നമ്മൾ. ആ യേശുവിൻ്റെ ജ്ഞാനം നമ്മൾക്ക് അവകാശമാണ്. നമുക്കത് മുഴുവനും തന്നിരിക്കുന്നു. നമുക്ക് ഈ ബോധ്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ. നമുക്കിങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ജ്ഞാനം നമ്മളിൽ മാമോദീസായിലൂടെ ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇത് നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലെല്ലാം പകരാൻ വേണ്ടിയുള്ളതാണ്. ഓ ദൈവമേ, എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ എങ്കിലും എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ. എനിക്കറിയാനുള്ളത്
ഒരു കടലോളമുണ്ട്. വാട്ട് ഐ നോ ഈസ് എ ഡ്രോപ്പ് ആൻഡ് വാട്ട് ഐ ഡു നോട്ട് നോ ഈസ് എൻ ഓഷൻ എന്ന് പറഞ്ഞ എല്ലാവരും. വാട്ട് ഐ നോ ഈസ് എ ഡ്രോപ്പ് ആൻഡ് വാട്ട് ഐ ഡു നോട്ട് നോ ഈസ് എൻ ഓഷൻ. നമുക്ക് വിശുദ്ധ ബലിയിൽ ഈ സ്നേഹത്തിൻ്റെ ആ ഒഴുക്കിനായിട്ട് പ്രാർത്ഥിച്ച് ദൈവീകരണം, അതോടൊപ്പം ജ്ഞാനം നമ്മളിൽ നിറയാൻ ഈ കുർബാനയിലുള്ള പ്രാർത്ഥനകളിലെല്ലാം ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ നിറയുമ്പോഴാണ് ദൈവിക വെളിപാടുകൾ, ദൈവവചനത്തിൻ്റെ ആഴമായ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ആ ലക്ഷ്യത്തോടെ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു.